ആമേൻ. കർത്താവിന് മഹത്വം. ദൈവത്തിൻ്റെ നല്ല ദിവസങ്ങൾക്കായി സ്തോത്രം. മഴയുടെ ബുദ്ധിമുട്ട് രാജ്യം മുഴുവനും അതിശക്തമായിട്ട് പലയിടങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും പ്രാർത്ഥനകളുടെ മറുപടിയാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. നാം പാർക്കുന്ന സ്ഥലങ്ങളെല്ലാം അപകടത്തിൽപ്പെടാമായിരുന്നു. എന്നാൽ പ്രാർത്ഥന കൊണ്ട് മാത്രം കർത്താവ് നമ്മെ നിലനിർത്തിയിരിക്കുന്നു. പലപ്പോഴും ഈ കാലാവസ്ഥ നിരീക്ഷകര് നാളെ അതിശക്തമായ മഴ 8 ജില്ലകളിൽ നിന്നൊക്കെ പറയുന്നത് കേൾക്കാം. നേരം വെളുക്കുമ്പോൾ അതിശക്തമായ വെയിലാണ്. അപ്പം അതിൻ്റെ കാരണം അവരുടെ കാലാവസ്ഥ നിരീക്ഷണം തെറ്റുന്നതല്ല. അതങ്ങനെ തന്നെയാണ്. കുറേ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം മാറിപ്പോകുന്നതാണ്. ഒത്തിരി പേർക്ക് മഴ അവരുടെ ജീവിതത്തെ വളരെയധികം അവരുടെ ദേശത്തെ ദോഷത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഏതൊക്കെയോ സാധുക്കളിരുന്ന് പ്രാർത്ഥിച്ചാണ് ഈ വലിയ മഴയും കാറ്റും ഒക്കെ മാറിപ്പോകുന്നത്. അപ്പോൾ കാറ്റും മഴയും ശക്തമാണെന്ന് പറഞ്ഞാൽ അത് ആ ഏരിയയിലോട്ട് വരാറില്ല. എന്നാൽ ചില രാജ്യങ്ങളിൽ ചെന്നാൽ അത് പറയുന്നത് പോലെ സംഭവിക്കാറുണ്ട്. ഞാനതിൽ മനസ്സിലാക്കിയത് അവിടെ അത്രയും ഈ കേരളത്തിലെ അത്രയും പ്രാർത്ഥിക്കുന്നവരില്ലെന്ന് അങ്ങനെ കാണാൻ നമുക്ക് കണ്ണു വേണം. നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ മറുപടിയാണ് ചില കാര്യങ്ങൾ മാറിപ്പോകുന്നത്. അതിന് നന്ദി പറയണം. നമ്മൾ ഈ കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് ഒന്നും ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ അതിനെ ആ രീതിയിൽ കാണാതെ നമുക്കതിനെ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട്, നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ മറുപടിയായിട്ടും നമ്മെ ഓർത്തുമാണ് ദൈവം അതിനെയൊക്കെ മാറ്റുന്നത് എന്ന് കണ്ട് അതിനു വേണ്ടി കൂടി ഒന്ന് സ്തോത്രം പറയാൻ ദൈവകരം നമ്മോട് കൂടി ഇരിക്കട്ടെ. ഒരു ആഫ്രിക്കൻ പഴമൊഴിയുണ്ട്. അതായത് ജ്ഞാനിയായ മനുഷ്യൻ എല്ലാം അറിയാറില്ല, എന്നാൽ ഭോഷനായ മനുഷ്യൻ എല്ലാം അറിയുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ജ്ഞാനിക്ക് അറിയേണ്ടത് മാത്രം അറിയാനാണ്, അവൻ അതിൽ മാത്രമേ ഫോക്കസ് ചെയ്യൂ. എന്നാൽ ഭോഷന്മാർ എല്ലാം അറിയുവാൻ ഒരു പരിശ്രമം നടത്തും. അതവരെ ഭോഷന്മാരാക്കും. ജ്ഞാനികൾ ബൈബിളിൽ ശൗലിനെ കുറിച്ച്, ദാവീദിനെ കുറിച്ച് ഒക്കെ വായിക്കുമ്പോൾ അവരെല്ലാം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തവരാണ്. ദാവീദ് പറയണം, ഞാൻ ഒരു കാര്യം മാത്രം അപേക്ഷിക്കുന്നു, അതാണ് എൻ്റെ ആഗ്രഹം. യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ പാർക്കണം. 27-ാം സങ്കീർത്തനത്തിൽ അങ്ങനെ പറയുന്നു. പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിലുള്ള ലാക്കിലേക്ക് അഞ്ഞുകൊണ്ട് ഓടുന്നു. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അറിയുന്നതല്ല ജ്ഞാനം, അറിയേണ്ടത് മാത്രം അറിയുന്നതാണ് ജ്ഞാനം. ഈ ലോകത്തിലെ എല്ലാ കാര്യവും അറിഞ്ഞു, എന്നാൽ യേശുവിനെ കുറിച്ച് ശരിക്കറിയില്ല, ദൈവിക പദ്ധതിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ ഭോഷൻ ആ വ്യക്തിയാണ്. എന്നാൽ ഈ ലോകത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല, യേശുവിനെ നന്നായിട്ട് അറിയാം. ദൈവത്തിൻ്റെ ഏക പദ്ധതിയായ യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ആ വ്യക്തി ജ്ഞാനിയാണ്. ആ വ്യക്തിക്ക് ദൈവം കൊടുത്ത ജ്ഞാനമാണിത്. നമ്മൾ ഉണ്ടാക്കുന്ന ജ്ഞാനമുണ്ട്, ദൈവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനമുണ്ട്. പത്രോസിനെ കുറിച്ച്, യോഹന്നാനെ കുറിച്ചും അപ്പോസ്തല പ്രവൃത്തി 4 പറയുന്നു, ഇവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമാണ്, എന്നിട്ടും ഇവർക്ക് എത്ര അധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അറിയേണ്ടതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം, അറിയാൻ പാടില്ലാത്തത് അവർ അതിൻ്റെ പുറകെ പോകാറില്ല. ഈ സത്യം അറിയുന്ന ഒരു വ്യക്തി എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം, അത് മാത്രം മനസ്സിലാക്കി കർത്താവിനെ ആശ്രയിച്ച് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല എന്ന് വായിക്കും പോലെ കർത്താവിൽ മാത്രം ലക്ഷ്യമിടുന്ന ഹൃദയമുള്ളവരായി തീരുവാൻ ഇന്നു മുതൽ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് നമ്മുടെ കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം.
तेरे जैसा कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीं। यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन। हम गाए होसन्ना, तू राजा है रे राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा, हम गाए होसन्ना, तू राजा है रे राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा। प्यारे पिता, तूने हमसे कितना प्यार किया, तेरे पापों से छुड़ाने को अपने बेटे को कुर्बान किया। प्यारे पिता, तूने हमसे कितना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया। हम गाए होसन्ना, तू राजा है रे राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा, हम गाए होसन्ना, तू राजा है रे राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा, हम गाए होसन्ना, तू राजा है रे राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा। അപ്പോസ്തല പ്രവർത്തികൾ വീണ്ടും തുടരുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. മിസ്രയീമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞെരക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും. 80-ാമത്തെ വയസ്സിൽ എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിക്കുന്ന മോശയെ തന്നെ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ വലിയ പദ്ധതിയുടെ സമയമായി, ഇപ്പോൾ വരിക, ഇപ്പോൾ വരിക.
ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കും. ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ സമയമായാൽ അതിന് ദൈവം ആക്കിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ആ സമയത്ത് വിളിച്ചിരിക്കും. ഇന്ന് നിങ്ങൾ വേദപുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും ഒരു ചർച്ചിൽ പോയും സാധാരണ ജീവിതം നയിച്ചും മുന്നോട്ട് പോകുന്നൊരു സമയമായിരിക്കും. ഭാരപ്പെടേണ്ട, ഒരു സീസൺ വരും, ആ സമയത്ത് കർത്താവ് വിളിച്ചിരിക്കും. ഏലിയാവ് ജീവിതമെല്ലാം തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ ദൈവം അവിടെ നിന്ന് അവനെ പൊക്കി ഒരു ദൂതനെ അയച്ച് അപ്പവും വെള്ളമൊക്കെ കൊടുത്ത് ശക്തനാക്കി. വീണ്ടും ദൈവം അവനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് പകരം ഏലീശയെ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏലീശയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്തയോ ചിത്രമോ ഇല്ല. അവൻ ഭക്തനായ ഒരു മനുഷ്യനാണ്, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് നിൽക്കുന്നവനാണ്, അവൻ കഠിനാധ്വാനിയാണ്, അവൻ്റെ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകുന്നവനാണ്. ആ സമയത്ത് അവൻ 12 ഏർ കാളയുടെ കൂടെ നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാളയ്ക്ക് തുല്യമായി അവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ കഠിനാധ്വാനത്തോടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയാവ് ചെന്ന് അവൻ്റെ മേൽ പുതപ്പെടുന്നത്. അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വരിക. നമ്മുടെ വിളി ലോകസ്ഥാപനത്തിന് മുന്നമേ ആണെങ്കിലും നമ്മുടെ സമയം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമയമാണ്. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താണിരുന്ന് ആ സമയത്തിനായി ഒരുങ്ങണം. സുവിശേഷ വേല ചെയ്യാനായിട്ട് ഒരു സമയം എന്നല്ല ഞാൻ ഈ പറയുന്നത്. അത് ഭൂമിയുടെ അറ്റത്തോളം എല്ലാവരും ചെയ്തേ മതിയാവും. എന്നാൽ പ്രത്യേകമായ നിയോഗമുള്ള ചില ശുശ്രൂഷകൾ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ കൊണ്ട് നിറഞ്ഞ ചില ശുശ്രൂഷകൾ ചിലപ്പോൾ ആരംഭകാലത്ത് കണ്ടില്ലെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ സമയമായാൽ ദൈവം അത് ചെയ്തിരിക്കും. കാരണം ദൈവത്തിന് ദൈവം ആരാണെന്ന് തെളിയിച്ച് തൻ്റെ ജനത്തെ പുറത്തെടുക്കണം. അത്ഭുതങ്ങൾ നടക്കണമെന്നുള്ളത് മോശയേക്കാൾ ദൈവത്തിൻ്റെ ആവശ്യമാണ്. മോശ അങ്ങനെയുള്ളൊരു കാര്യമൊന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നുമില്ല. എന്നാൽ ദൈവം പല ഒഴിവ് കഴിവും പറഞ്ഞ് മാറാൻ നോക്കിയവനെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു വടിയേ ഉള്ളൂ, മതി. ആ വടി നിലത്തിടുക. നിലത്തിട്ടു, അതൊരു പാമ്പായി മാറി. മോശ ഭയന്ന് ഓടി. മിസ്രൈമിലെ ഒരു പ്രധാന ദൈവമാണ് പാമ്പ്. എന്നാൽ മോശ ഓടിയപ്പോൾ അവൻ്റെ ശരീരത്തിൽ പല രോഗങ്ങളൊക്കെ ഉണ്ട്. ആ ഒറ്റ ഓട്ടത്തിൽ മോശയ്ക്ക് മനസ്സിലായി, ഓടിയിട്ട് എത്ര വർഷമായി? 80 വയസ്സുള്ള ഞാൻ നടക്കാറേ ഉള്ളൂ. വർഷങ്ങളായിട്ട് നടക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ഓടിയിരിക്കുന്നു. അപ്പോൾ ആ ഭയം, ദൈവസന്നിധിയിൽ ദൈവം ചെയ്ത പ്രവൃത്തിയുടെ ഭയം അവനെ ഓടാൻ ശക്തിയുള്ളവനാക്കി. അവൻ തിരിച്ചു വന്നു. കർത്താവ് പറഞ്ഞു, കുനിഞ്ഞ് അതിൻ്റെ വാലിന് പിടിക്കാൻ പറഞ്ഞു. മോശ കുനിഞ്ഞു. നടുവിന് വേദനയില്ല, അസ്ഥിവേദനയില്ല, എല്ലാം അപ്രത്യക്ഷമായി. അങ്ങനെ അവൻ ആ വാലിന് പിടിച്ചപ്പോൾ അത് വടിയായി വീണ്ടും കയ്യിൽ വന്നു. ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കും. പോകാൻ പേടിച്ച സ്ഥലം, ഇറങ്ങി ഓടിയ സ്ഥലം, ആ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ അയച്ചാൽ ആർക്കും നിന്നെ തടയാൻ കഴിയില്ല, ആർക്കും നിന്നെ എതിർക്കാൻ കഴിയില്ല. ഇന്ത്യൻ സഭയ്ക്ക് വേണ്ടത് ദൈവശക്തിയാണ്. ഇന്ത്യൻ ദൈവ വേലക്കാർക്ക് വേണ്ടത് ദൈവശക്തിയാണ്. ദൈവശക്തിയില്ലാതെ ചെയ്യുന്ന സുവിശേഷ വേലകൾ, അതാണ് പലപ്പോഴും വലിയ കടുത്ത പ്രയാസങ്ങൾക്ക് കാരണമാകും. ദൈവത്തിൻ്റെ ശക്തി കൂടാതെ ദൈവത്തിൻ്റെ വേല ചെയ്യരുത്. നമ്മുടെ ശക്തി കൊണ്ട് നാം നമ്മുടെ വേല ചെയ്യണം. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യണം. ഇതാണ് അതിൻ്റെ സത്യം. നമ്മുടെ വേല കൊണ്ട് നമ്മുടെ ശക്തി. എലീശ അവൻ്റെ ശക്തി കൊണ്ട് അവൻ്റെ ആ പുരയിടത്തിലെ ആ പാടത്തെ വേല ചെയ്യുകയാണ്. അവൻ കഠിനാധ്വാനിയാണ് അവൻ്റെ ശക്തി കൊണ്ട്. എന്നാൽ
അവൻ ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിനോട് പറയുകയാണ്, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി എനിക്ക് വേണം. എൻ്റെ ശക്തി കൊണ്ട് ഞാൻ എൻ്റെ വേല ചെയ്യാം. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യില്ലെന്ന് ഏലീശയുടെയൊക്കെ ഉള്ളിൽ വലിയ കടുത്ത തീരുമാനമുണ്ടായി. പത്രോസ് ഭയങ്കര കഠിന അധ്വാനിയാണ്. രാത്രി മുഴുവനും അധ്വാനിക്കുന്നവനാണ്. അവൻ്റെ ശക്തി കൊണ്ട് അവൻ വല വീശുന്നു, അവൻ്റെ ശക്തി കൊണ്ട് അവൻ തുഴയുന്നു. എന്നാൽ അവന് കിട്ടിയില്ല. എന്നാൽ കർത്താവിൻ്റെ ശക്തി കാണിച്ചു കൊടുത്തപ്പോൾ സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ചു. ആ ഒരു ശക്തി അവൻ കാത്തിരുന്നതാണ്. സൂപ്പർ നാച്ചുറൽ പത്രോസ് കാത്തിരുന്ന ഒന്നാണ്. നാച്ചുറൽ കൊണ്ട് നടക്കാത്ത കാര്യമാണ് സൂപ്പർ നാച്ചുറൽ കൊണ്ട് നടക്കുന്നതെന്ന് യേശു കാണിച്ചു കൊടുത്തു. ഉടനെ പടകും വലയും മീനും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. എന്താണ്? എനിക്ക് അത്ഭുതങ്ങൾ ആവശ്യമാണ്, അതിശയങ്ങൾ ആവശ്യമാണ്. ഏലീശ പറയുന്നതും അത് തന്നെ. നീ ചെയ്തതിൻ്റെ ഇരട്ടി എനിക്ക് ചെയ്യണം, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി എനിക്ക് വേണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് ചോദിച്ചു വാങ്ങണം, പ്രാപിക്കണം. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിയെന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 4 വായിക്കുന്നത്. യേശു 30 വയസ്സുവരെ യേശുവിൻ്റെ മാനുഷിക ശക്തി കൊണ്ട് ആ കുടുംബത്തിൻ്റെ ജോലികൾ ചെയ്തു. ഒരാശാരിയായിരുന്നു. അനേക കാര്യങ്ങൾ ചെയ്ത് ആ കുടുംബത്തെ പോറ്റിപ്പുലർത്തി. എന്നാൽ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ദൈവത്തിൻ്റെ ശക്തി വേണമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യേശു സ്നാനമേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ വന്നു. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ 40 ദിവസം ഉപവസിച്ചു. അവൻ ആത്മാവിൻ്റെ ശക്തിയോടെയാണ് ഗലീലയിലേക്ക് മടങ്ങിയത്. ഇനി യേശു തിരിച്ച് പോകുന്നത് ആശാരിപ്പണിക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ പിതാവിൻ്റെ കൃപ വേണം, പിതാവിൻ്റെ ശക്തി വേണം. യേശുവിന് പോലും ഈ ഭൂമിയിൽ വെച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കേണ്ടതായി വന്നു. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചെടുത്ത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവരാജ്യം പണിയുവാൻ ദൈവത്തിൻ്റെ കൃപ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. മോശയോട് പറഞ്ഞു, ഇപ്പോൾ വാ, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കും. ദൈവം അയച്ചാൽ അവൻ്റെ ധനത്തിനൊത്തവണ അയക്കും. അതുകൊണ്ട് അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലൊക്കെയുണ്ട്. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. ദൈവത്താൽ അയക്കപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കാവൽ, ദൈവത്തിൻ്റെ കൃപ എല്ലാം അതിനകത്ത് നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് വായിക്കുന്നത്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ്റെ വേല തീർന്ന ശേഷമാണ് അവനെ ശത്രുക്കൾ തൊടുന്നത് പോലും. വേല തീരാതെ അവനെ തൊടാൻ കഴിയില്ല. ദൗത്യം തീർന്നു. സ്തെഫാനോസിനെ ദൈവം അയച്ചതാണ്. അവൻ്റെ വേല തീർന്നു കഴിഞ്ഞപ്പോൾ അവനെ ശത്രുവിന് തൊടുവാൻ കഴിഞ്ഞു. യേശുവിൻ്റെ വേല തീർന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ തൊടുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവൻ്റെ സമയം വന്നിട്ടില്ലായ്ക കൊണ്ട് ആരും അവൻ്റെ മേൽ കൈവച്ചില്ല എന്ന് വായിക്കുന്നത് അതാണ്. ദൈവം അയച്ച ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പദ്ധതി തീരാതെ തൊടാൻ ആർക്കും കഴിയില്ല. ദൈവത്തിൻ്റെ പദ്ധതി തീർന്നാൽ അവനെ തൊടാം, പിന്നെ അവന് പോകണം. അതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ ഈ ദിവസങ്ങളിൽ പുതുക്കണം. കർത്താവിനെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കണമെന്നുള്ളത് ദൈവഹിതമാണ്. ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന് ഈ ദൈവശക്തിയെ പുതുക്കുവാൻ, ദൈവിക പ്ലാനിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. നമ്മുടെ ശക്തി കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയും നമ്മുടെ താലന്തുകൾ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഈ ഭൂമിയിൽ പല നേട്ടങ്ങൾ കൊയ്തെടുക്കാം, ഇല്ല എന്നല്ല. എന്നാൽ ദൈവരാജ്യത്തിൽ ഇത് പോരാ.
അത് ഇതിന് മുകളിലാണ്. അതൊരു വലിയ ദൗത്യമാണ്. പാതാള ഗോപുരത്തെ തോൽപ്പിക്കുന്ന ഒന്നാണ്. അതിനുള്ള ശേഷി, അതിനുള്ള ശക്തി. മോശയോട് പറയണം, ഞാൻ നിന്നെ അയക്കും. നീ തന്നെ പോയപ്പോൾ നീ പരാജയപ്പെട്ടു. ഞാൻ നിന്നെ അയച്ചാൽ ആർക്കും എതിര് പറയാൻ കഴിയില്ല. യേശു എതിരെയുള്ള ഗ്രാമത്തിൽ 2 ശിഷ്യന്മാരെ അയച്ചു. ഒരു കഴുതയെ അഴിച്ചു കൊണ്ടുവരാൻ വിട്ടതാണ്. ആരെങ്കിലും എന്തിനിതിനെ അഴിക്കുന്നു എന്ന് ചോദിച്ചാൽ യജമാനന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവൻ. ഉടനെ അവർ വിട്ടയക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. കർത്താവ് അയച്ചതാണോ, ഏതിനെയും അഴിച്ചു കൊണ്ടുവരാൻ കഴിയും. ഏത് സ്ഥലത്തും ഒരു ദൈവപ്രവൃത്തി കാണും. ദൈവിക നിയോഗത്തോടെ യാത്ര ചെയ്യാൻ, കർത്താവിനാൽ അയക്കപ്പെട്ടവരായി തീരുവാൻ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവെ, അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങളുടെ ജോലികൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനോട് തുല്യമായി തന്നെ അങ്ങയുടെ ശക്തി പ്രാപിച്ച് അങ്ങയുടെ വേലയുടെ ഒരു പ്രധാന ഭാഗമായി മാറുവാൻ ഇന്നു മുതൽ ഇത് ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും ജ്ഞാനം, വിവേകം, ദൈവകൃപ, ശക്തി ഇവ പകർന്നു കൊടുക്കണം. കർത്താവിൻ്റെ കൃപ കൊണ്ട് ഓരോരുത്തരെയും മൂടണമേ. അസാധാരണമായ ദൈവപ്രവൃത്തി അവരിൽ ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഇന്നത്തെ എല്ലാ സാഹചര്യങ്ങളും മാറ്റിമറിക്കുന്ന അമാനുഷികമായ ദൈവശക്തിയുള്ളവരാക്കി ഓരോ വ്യക്തികളും, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തിയാൽ അങ്ങയുടെ വേല ചെയ്യാനുള്ള പ്രാപ്തി ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ചോദിക്കും. കർത്താവ് അത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ ആഴ്ചയുടെ ആരംഭം മുതൽ ഈ നല്ല സന്ദേശത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൽ നിന്ന് പ്രാപിക്കാം, ദൈവരാജ്യത്തിൽ നമുക്ക് ചിലവാക്കാം. കർത്താവിൽ നിന്ന് പ്രാപിച്ച് കർത്താവിനാൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയെ ഒരു ശക്തിക്കും തൊടാൻ കഴിയില്ല. ആ വ്യക്തിയിൽ ഒന്നാണ് നിങ്ങൾ ഓരോ വ്യക്തികളും. അതിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും നമുക്ക് വിശ്വസ്തരാകാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.